കാർമ്മികന്റെ ചുമതല വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഈ വിവാഹം നടന്നത്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളെല്ലാം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടൊരു വലിയ വിജയം BJPക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നിട്ടാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. ഇത്തവണ എങ്ങനെയും അദ്ദേഹത്തെ ജയിപ്പിക്കും. അതായത് BJP കേരളത്തിൽ 100% ഉറപ്പിച്ചിരിക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ. അപ്പം തൃശ്ശൂരിൽ ഈ വോട്ട് സുരേഷ് ഗോപിക്കുള്ള ഈ ഒരു തൃശ്ശൂരിലെ ജനങ്ങൾക്കുള്ള അഭിപ്രായം വോട്ടാക്കി മാറ്റുന്നതിൽ ഒരു നിർണായകമായ ചുവടുവെപ്പാണ് ഈ കല്യാണത്തിൽ പങ്കെടുത്തതോടുകൂടി നരേന്ദ്രമോദി നടത്തിയത്. കാരണം സുരേഷ് ഗോപിക്ക് തൻ്റെ മകളുടെ കല്യാണത്തിന് വരെ പങ്കെടുക്കാൻ പറ്റിയ ഒരു അടുപ്പം നരേന്ദ്രമോദിയോടുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ വളർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവരുമൊക്കെ പറയുന്നത്. എന്തു തന്നെ ആയാലും സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് അറിയേണ്ടി വരും.